ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ ഇവയെല്ലാം തന്നെ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഇതിൽ പറയാൻ പോകുന്ന പല കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നവയായിരിക്കില്ല. അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധം എല്ലാവരിലും ഇല്ല. സോ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫോണിനകത്തുള്ള ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, അവയെല്ലാം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ മുൻപ് നിങ്ങളുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരിക തുടങ്ങിയൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാമായിരിക്കും. എങ്കിലും ഒന്നുകൂടെ പറയുന്നു, എപ്പോഴും ഹാക്കർമാർ പഴയ സോഫ്റ്റ്വെയറുകളെ, പഴയ ആപ്ലിക്കേഷനുകളെയാണ് ടാർഗറ്റ് ചെയ്യുക. കാരണം അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അതത് ആപ്ലിക്കേഷനുകളുടെ കമ്പനി, സോഫ്റ്റ്വെയറുകളുടെ കമ്പനി നിർമ്മിച്ചിട്ടുള്ള നെക്സ്റ്റ് വേർഷനാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിനായിട്ട് ആ ഒരു ഫോണിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ മാക്സിമം ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് ശ്രമിക്കുക. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫോണിൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക എന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. മുകളിൽ ലൈവ് ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് ഒരു VPN നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. VPN എന്താണെന്ന് പല കൂട്ടർക്കും അറിയില്ല. നിങ്ങൾ VPN നിഖിൽ കണ്ണഞ്ചേരി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ള 1-2 വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുവഴി എന്താണ് VPN എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളൊരു VPN ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ ഒരു VPN സെർവറിലൂടെയാണ് കടന്നു പോവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ, നിങ്ങളുടെ IP അഡ്രസ്സ് തുടങ്ങിയവയൊന്നും ഒരു ഹാക്കർക്ക് കണ്ടുപിടിക്കുന്നതിനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണ് തടയുന്നത്. സോ ഒരു VPN നിങ്ങൾ ഉപയോഗിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും പല ആളുകളും VPN എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുക ബ്ലോക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ അൺലോക്ക് ചെയ്യുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് VPN എന്നതാണ്. എന്നാൽ അതിന് പുറമേ ആയിട്ട് VPN ഒരു സെക്യൂരിറ്റി മെഷർ കൂടിയാണ്. നമ്മളുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നതിൽ നിന്ന് നമ്മൾ തടയുന്ന ഒരു സെക്യൂരിറ്റി മെഷർ കൂടിയാണ്. സോ VPNനെ കുറിച്ചുള്ള വീഡിയോയും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പല അക്കൗണ്ടുകളിൽ ഒരേ തരത്തിലുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാതിരിക്കുക. ഉദാഹരണത്തിന് ഫേസ്ബുക്കിനൊരു യൂസർ നെയിം പാസ്വേഡും ജിമെയിലിനൊരു യൂസർ നെയിം പാസ്വേഡും, അങ്ങനെ വ്യത്യസ്ത അക്കൗണ്ടുകൾക്ക് നിങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള യൂസർ നെയിമും പാസ്വേഡുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കറിയാം ഇതൊരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല യൂസർ നെയിമുകളും പല പാസ്വേഡുകളും ഓർത്ത് വയ്ക്കാനുള്ളത്. പക്ഷേ നിങ്ങൾ അത്തരത്തിൽ ചെയ്താൽ മാത്രമേ മറ്റൊരാൾ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നത് തടയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിഷ്പ്രയാസം ബാക്കിയുള്ള അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നതിന് അയാൾക്ക് സാധിക്കും. അടുത്ത പാട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാനുള്ളത്. ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത ശേഷം ആ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു 1 ടൈം പാസ്വേഡ്, OTP എന്നാ പറയാം. ഈ 1 ടൈം പാസ്വേഡ് നമ്മളുടെ ഫോണിലേക്ക് SMS ആയിട്ടോ അതല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടോ ഇനി അതല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻ ഉണ്ട് ഇത്തരത്തിൽ OTP തരുന്ന, OTP ജനറേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, ആ ആപ്ലിക്കേഷനിലേക്കോ മറ്റോ ഒരു കോഡ് വരുന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു കോഡ് കൂടെ കൊടുത്താലേ ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൂടെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ പോലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ആ ഒരു നമ്പർ, ആ ഒരു OTP നമ്പർ ഉപയോഗിച്ചാൽ മാത്രമേ അയാൾക്ക് ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നു. പല ആളുകളും ഇത്തരത്തിൽ OTP ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഇമെയിൽ അഡ്രസ്സും അവരുടെ ഫോൺ നമ്പറും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നീട് അവർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മറന്നു പോവുകയും ചെയ്യും. കുറേ കാലം കഴിയുമ്പോൾ അവരുടെ ഈ ഒരു ഫോൺ നമ്പറും ഇമെയിൽ ID ഒക്കെ കട്ടായിട്ടുണ്ടാവും. അവരത് യൂസ് ചെയ്യാറുണ്ടാവില്ല, അതിൻ്റെ പാസ്വേഡ് ഒന്നും അറിയില്ല. അങ്ങനെ വരുന്ന അവസരത്തിൽ നിങ്ങൾക്ക് പോലും ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സോ നിങ്ങൾ അത്തരത്തിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ആ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും ഇമെയിൽ IDയും നിങ്ങൾ കാലാകാലം ഉപയോഗിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വ്യത്യസ്ത തരത്തിലുള്ള അക്കൗണ്ടുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാതിരിക്കുക. ഉദാഹരണത്തിന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും. അപ്പോൾ അത്തരത്തിലൊക്കെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടാൽ മറ്റേതും ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടുകളൊക്കെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെക്കുക. സോ നിങ്ങളുടെ അക്കൗണ്ട് കൂടുതൽ സുരക്ഷിതമാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടാൽ മറ്റേതും ഹാക്ക് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണ് നിങ്ങൾ ഇതുവഴി തടയുന്നത്. അടുത്തപാട് പറയാനുള്ളത്, നിങ്ങൾ പൊതു വൈഫൈകൾ ഉപയോഗിക്കാതിരിക്കുക. പൊതു വൈഫൈകൾക്ക് ഒരു പ്രശ്നമുണ്ട്. അതിന് കീഴിൽ വരുന്ന ആർക്ക് വേണമെങ്കിലും ആ ഒരു വൈഫൈ ഉപയോഗിക്കുന്നതിനായിട്ട് സാധിക്കും. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ
നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടുകളൊക്കെ അതുവഴി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ വൈഫൈയിൽ മറ്റേതെങ്കിലും ഹാക്കർമാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നത് വളരെയധികം എളുപ്പമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വൈഫൈകൾ ഉപയോഗിച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ ആ ഒരു അവസരത്തിൽ നിങ്ങൾ ഒരു VPN കൂടെ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഞാൻ നേരത്തെ വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. മുകളിൽ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്. അടുത്ത പാട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പല സമയത്തും പല വെബ്സൈറ്റുകളും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന് മുകളിലായിട്ട് https://www.xyz.com അങ്ങനെ HTTPS ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഈ എസ് എന്ന് പറയുന്നത് സെക്യൂർഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ്. അപ്പോൾ അത്തരം സൈറ്റുകളിൽ നിന്ന് നിങ്ങൾ മാക്സിമം ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്ത സൈറ്റുകളിൽ ഒരു പക്ഷേ മാൾവെയർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഇമെയിൽ അഡ്രസ്സ്, ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന്, യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾക്കൊന്നും ഉപയോഗിക്കാതിരിക്കുക. ആ ഒരു അക്കൗണ്ട് അതിനുവേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുക. ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ അതുവഴി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ഹാക്ക് ചെയ്യപ്പെടുന്നതിലേക്ക് അതിനെ നയിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഇമെയിൽ അഡ്രസ്സ് അത് വളരെ സീക്രട്ട് ആക്കി വെക്കുക. മറ്റാർക്കും പറഞ്ഞു കൊടുക്കാതെ, യാതൊരു തരത്തിലുള്ള സോഷ്യൽ മീഡിയകൾക്കും പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾ സൂക്ഷിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയാനുള്ള പോയിന്റ്, നിങ്ങൾ എപ്പോഴും ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രം അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിയോ അയച്ചു തന്നിട്ടുള്ള ഒരു ലിങ്ക് വഴിയോ അതല്ലെങ്കിൽ വല്ല ഇമെയിലുകൾ വഴി ലഭിക്കുന്ന ലിങ്കുകൾ വഴിയോ ആ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കാതിരിക്കുക. ഇതിനുള്ള കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള ലിങ്കുകൾ വഴിയാണ് ഫിഷിംഗ് വെബ്സൈറ്റുകളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. അപ്പോൾ അത്തരം വെബ്സൈറ്റുകൾ നിങ്ങൾ ഉദാഹരണത്തിന് ഫേസ്ബുക്കിൻ്റെ ആണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അതിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫിഷിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കിയത് ആരാണോ അയാൾക്കാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുക. സോ ഇതുവഴി നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ google.com എന്ന വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കണമെങ്കിൽ www.google.com എന്ന വെബ്സൈറ്റ് പൂർണ്ണമായിട്ടും ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രം അത് വിസിറ്റ് ചെയ്യുക. അടുത്തായിട്ട് പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരിക്കലും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ റിവീൽ ചെയ്യാതിരിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഉള്ള സോഷ്യൽ മീഡിയകളിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള 2 സ്റ്റെപ്പ് പാസ്വേഡോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയറിലൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മളുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്നതിന് ഇപ്പോൾ എന്താണ് എൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ നിഖിൽ എന്ന് പറയും. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒരു പക്ഷേ ആ ഹാക്കർക്ക് അറിയില്ലെങ്കിൽ അയാൾക്ക് എൻ്റെ ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി അത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. എപ്പോഴും ഫേക്ക് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അടുത്തതായിട്ട് പറയാനുള്ള പോയിന്റാണ്, ഏതൊരു ഓൺലൈൻ അക്കൗണ്ട് ആണെങ്കിലും അതിനൊക്കെ ചില പ്രൈവസി സെറ്റിങ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ പോയിട്ട് എന്തെല്ലാം പ്രൈവസികൾ നിങ്ങൾക്ക് ഏറ്റവും സെക്യൂർ ആയിട്ട് വെക്കാൻ പറ്റുമോ അത്തരത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഫേസ്ബുക്കിനൊക്കെ ആണെങ്കിൽ നമ്മളുടെ ടൈം ലൈനിൽ ആർക്ക് പോസ്റ്റ് ചെയ്യണം, നമ്മളുടെ ടൈം ലൈനിലുള്ളത് ആർക്ക് ഷെയർ ചെയ്യണം, ആർക്കൊക്കെ അത് വിസിബിൾ ആവണം, നമ്മളുടെ ഫ്രണ്ട് ലിസ്റ്റ് ആർക്കൊക്കെ കാണണം തുടങ്ങിയ രീതിയിൽ ഒരുപാട് തരത്തിലുള്ള പ്രൈവസി സെറ്റിങ്സുകളുണ്ട്. അപ്പോൾ അത് മാക്സിമം പ്രൈവസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം അത് ഒരു പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നല്ല ഇൻഫർമേഷൻ, അയാളെ സംബന്ധിച്ച് നല്ല ഇൻഫർമേഷൻ നൽകുന്നതിലേക്ക് അത് നയിക്കും. അടുത്തതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് നിങ്ങളുടെ സ്വന്തം ഡിവൈസുകൾ മാത്രം ഉപയോഗിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പബ്ലിക് കഫേയിൽ പോയിട്ട് ഒരു ഓൺലൈൻ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ വല്ല മാൾവെയറോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ ട്രാക്ക് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നതിനുള്ള ചാൻസ് ഉണ്ട്. സ്വന്തം ഡിവൈസ് ആകുമ്പോൾ അത്തരത്തിലുള്ള ചാൻസ് വളരെ കുറവാണ്. സോ നിങ്ങൾ സ്വന്തം ഡിവൈസിൽ നിന്ന് മാത്രം നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടുകളിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ഡാറ്റകളെല്ലാം നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കുക. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു കമ്പ്യൂട്ടറിലുള്ള ലാപ്ടോപ്പിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ അതിൻ്റെ 2 കോപ്പികൾ 2 ഹാർഡ് ഡിസ്കുകളിലേക്കായിട്ട് ഞാൻ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ എന്തെങ്കിലും കാരണവശാൽ കേടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ആ ഒരു ഹാർഡ് ഡിസ്കിൽ അത്തരം ഡാറ്റകളുണ്ട്. അതിൻ്റെ തന്നെ മറ്റൊരു കോപ്പി കൂടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാവിയിലേക്ക് ഒരു ഗുണം ചെയ്യും. സോ അത്തരത്തിൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്യുന്നതിനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് വരുന്ന പോയിന്റ് ആണ് ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് ഒരുപാട് സ്ഥലം ലഭിക്കുന്നു. അവിടെ നമുക്ക് ഒരുപാട്
GB ഡാറ്റകൾ സേവ് ചെയ്യുന്നതിന് സാധിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ക്ലൗഡ് സ്റ്റോറേജ് അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ, അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് മാർക്കിങ്ങിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ അത്തരം ഡാറ്റകളെല്ലാം അവരെടുക്കുന്നതിലേക്ക് അതിന് നയിക്കും. സോ നിങ്ങൾ പരമാവധി ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കാതിരിക്കുക. അഥവാ നിങ്ങൾ ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ, നേരത്തെ ഞാൻ ഗൂഗിൾ ഡ്രൈവിനെ പറ്റി ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത ശേഷം മാത്രം ആ ഒരു ഫയൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അത് അവിടെ സേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഉള്ള സ്ഥലം ലാഭിക്കാൻ വേണ്ടി പറ്റും. ഒപ്പം ആ ഒരു എൻക്രിപ്റ്റ് ചെയ്ത ഫയലാണ് അവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് അത് വളരെയധികം സുരക്ഷിതവുമായിരിക്കും. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വന്തം ഡിവൈസ് ആണെങ്കിൽ പോലും നിങ്ങൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ മിസ്സിംഗ് ആയി കഴിഞ്ഞ് അത് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അയാൾക്കത് ഫോർമാറ്റ് ചെയ്യാതെ തന്നെ അൺലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് അയാൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ലോഗ് ഔട്ട് ചെയ്യുക. അതാണ് ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ. അപ്പോൾ ഇതെല്ലാമാണ് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ എപ്പോഴെങ്കിലും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ദെൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ എന്നുള്ളത് വയ്ക്കുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ദെൻ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.